ഉത്തരേന്ത്യയിലെ ആൾദൈവം നമ്മുടെ ഇവിടുത്തെ കടപ്പുറം പോലെ, ഇത് പെണ്ണതാണ് ബോലേ ബയ്യാക്കി ജയ്. അയാളുടെ കാക്കൂട്ടിലെ മണ്ണ് വാരാൻ വേണ്ടി ആൾക്കാർ ചെയ്യുന്നു. 60,000 പേർക്ക് കഷ്ടിച്ച് കിടക്കാൻ പറ്റുന്ന തരത്തിൽ 2.5 ലക്ഷം പേര് ആകെ ചവിട്ടിക്കൂട്ടി 121 പേര് മണ്ണോട് മണ്ണായി ചേർന്നു. പക്ഷെ അയാൾ തൊടില്ല, FIR പേരില്ല. കാരണം എന്താ? അവിടെ ഭരിക്കുന്ന യോഗി ആദിത്യനാഥ് വേറൊരാൾ ദൈവമാണല്ലോ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ യോഗി ആദിത്യനാഥേ, ശിവന്റെയും രാമന്റെയും കൃഷ്ണന്റെയും പേരിൽ നടന്ന കുരുതികൾ, ബുൾഡോസർ പ്രയോഗം വേറെ, അതിനുള്ള ശിക്ഷയാണ്. അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ശിവപെരുമാള് അദ്ദേഹത്തിന്റെ ബുൾഡോസറും കൊണ്ട് വരുന്നുണ്ട്. യോഗി സൂക്ഷിച്ചോ, ദുരന്ത ഭൂമിയാണ്. ഹത്രാസ് മാത്രമല്ല, UP മൊത്തം ദുരന്ത ഭൂമിയാണ്. അവിടെ നിന്നിരുന്നൊരു പള്ളി പൊളിച്ച തകർത്ത കാര്യം ഇനി ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ. ദുരന്ത ഭൂമിയാണ് ഉത്തർപ്രദേശ്. ഭഗവാൻ തുടങ്ങി വെച്ചിട്ടുള്ള ഹത്രാസിൽ നിന്ന് തന്നെയാണ്. ഭഗവാന്റെ ബുൾഡോസർ ഉത്തർപ്രദേശിലാകെ ചീറിപ്പായും, ഒരു സംശയവുമില്ല. നമസ്കാരം. ഹത്രാസ് എന്ന് കേൾക്കുന്ന സമയത്ത് മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അവിടെ നമ്മളുടെ ഇവിടുത്തെ ഒരാൾ ദൈവം ഉണ്ടല്ലോ, കടപ്പുറം. അതുപോലെ അവിടെ ഇത് പെണ്ണാണെങ്കിൽ അവിടെ ആണ്. ബോലെ ബയ്യ എന്ന മറ്റാണ് പേര്. അയാളുടെ ആശ്രമത്തിൽ അയാളുടെ കാക്കുട്ടിയിൽ നിന്ന് മണ്ണെടുത്ത് വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ മനുഷ്യന്മാരെന്തെങ്ങനെയെന്ന് അറിയില്ല. അതിനുവേണ്ടി ആൾക്കാർ അവരെ തള്ളായിരുന്നു. അവിടെ 10-60,000 പേർക്കുള്ള 60,000 പേരാകുമ്പോൾ തന്നെ നിറഞ്ഞു. 2 ലക്ഷത്തിൽ ചില ആൾക്കാർ വന്നു എന്നാണ് പറയുന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ അത്രയും ആൾക്കാർ. അവരെല്ലാവരും കൂടി ചവിട്ടും കുത്തുമായി. സ്ത്രീകളും കുട്ടികളും 100-121 പേര് മണ്ണ് ശേഖരിക്കാൻ പോയി. മണ്ണിൻ്റെ അടിയിലായി, മണ്ണായി തീർന്നു. ആ സംഭവമാണ് ആദ്യം മനസ്സിലേക്ക് ഓടി വരിക ഹത്രാസിൻ്റെ കാര്യം പറയുമ്പോൾ. ഇപ്പോൾ പക്ഷെ അതിനോടൊപ്പം വേറെയും കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ എത്തുന്നുണ്ട് കേട്ടോ. ഇത് UP യിലാണ് ഈ സ്ഥലം. ഹത്രാസ് ഫേമസ് ആണല്ലോ ഹത്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 2020-ലാണെന്ന് തോന്നുന്നുണ്ട്. 2020 അതെ, നമ്മുടെ ഓണക്കാലത്ത് അവിടെ 19 വയസ്സുള്ള പെൺകുട്ടിയെ 4 പേർ ചേർന്ന് പീഡനം കാര്യങ്ങൾ നടത്തി, നമുക്ക് എല്ലാവർക്കും അറിയാം. അതും കഴിഞ്ഞ് ആ കുട്ടിയുടെ നാവൊക്കെയും കട്ട് ചെയ്ത്, അംഗപ്രത്യങ്ങൾ കട്ട് ചെയ്ത്, വീട്ടുകാർ പോലും അറിയാതെ സവർണ പ്രഭുക്കൾ അവർക്ക് എന്തും ചെയ്യാലോ അത് കത്തിച്ചു കളഞ്ഞു. തെളിവില്ല. അതങ്ങനെയാണത്. അതാണ് മനുസ്മൃതി. അതാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. സവർണന്മാരൊരു കുറ്റം ചെയ്താൽ കോടതി ചോദിക്കുകയല്ലേ, പോലീസ് ചോദിക്കും, ആരുണ്ട് അവിടെ സാക്ഷി? ആരുണ്ടാ സാക്ഷി? ആര് സാക്ഷി? ഒരു വീട്ടിലൊരാൾ കൊല്ലപ്പെട്ട ആളുടെ ഭാര്യ സാക്ഷി പറയാൻ പോകുമോ? മക്കൾ സാക്ഷി പറയാൻ പോകുമോ? ഉത്തരേന്ത്യയിലൊക്കെ മനുഷ്യരുണ്ട്, മനുഷ്യരൂപമുള്ള മൃഗങ്ങളുമുണ്ട്. മൃഗതുല്യരായിട്ട് ഇഴഞ്ഞ് ജീവിക്കേണ്ട ആളുകൾ മുഖ്യ ജീവിതധാരയിലേക്ക് കടന്നു വരാൻ അവകാശമില്ലാത്തവർ. അവിടെ നിന്നാണ് ഈ BJP തൊള്ള നിറച്ച് വോട്ട് കിട്ടുന്നത്. ആ BJP ആണ് ഇവിടെ ആനസ്തനസ്ഥനാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മൾ അതിങ്ങോട്ട് വന്നിട്ട് വേണം ആ പഴയ ശബ്ദം ഉണ്ടല്ലോ, ഓയ് ഓയ് എന്നുള്ള ശബ്ദം വഴിമാറാൻ, പൊടാമുല്ലേന്ന് വഴിമാറാൻ. നായരെ കാണുന്ന സമയത്ത് ഈഴവൻ വഴി മാറണം, ഈഴവനെ വഴി കാണുന്ന സമയത്ത് പുലയൻ വഴി മാറണം, പുലയനെ ഇങ്ങനെ പോകുന്നു അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ അമ്പലത്തിലേക്കൊന്നും കയറാൻ പറ്റില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ ശബരിമലയിൽ അത് കുടുംബസ്വത്താ. അവിടെ ഒരു കുണ്ടലയിൽ അവൻ പോവുകയാണ് ഇപ്പോൾ. അവിടെ ഇപ്പോൾ ഉള്ള
തന്ത്രി പണിക്കാരൻ. അപ്പോൾ അവൻ്റെ മോന് കൊടുത്തു. ഈ ഗവൺമെൻറ് ഇവനൊക്കെ എന്താ പറയേണ്ടത്? ഗവൺമെൻറ് സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, നമുക്ക് ഈ പിണറായിയോടൊക്കെ ഒരു ബഹുമാനത്തെക്കാൾ കൂടുതൽ നമുക്കൊരു ഒരു 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 ഭരണകർത്താവിനോട് വേണ്ടുന്നൊരു ഭയമുണ്ടല്ലോ. ഒരു രസകരമാണത്. അതുണ്ടായിരുന്നു, അത് പോയി. ശബരിമലയിൽ ഓയിൻമെന്റ് കൊടുത്തിരിക്കുക മോന്, അടുത്ത തന്ത്രിപ്പണിക്കാരൻ. കേരളം അങ്ങനെ ആയിത്തീർന്നു. കേരളത്തിൽ ഭരണമില്ല, ഒരു കോപ്പുമില്ല, ഒന്നുമില്ല. ഞങ്ങളും കക്കും നിങ്ങളും കട്ടോ, അതൊക്കെ നിങ്ങളുടെ കഴിവ് പോലെ. തമിഴ്നാട്ടിലുള്ള ആൾക്കാർക്ക് പോലും അറിയാം. പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റുകാരെന്നൊക്കെ ഒരു നിലവിലെ ഉണ്ടായിരുന്നു. ഇവിടെ തൊട്ടപ്പുറത്ത് വീട് പണിയാമെന്ന് എഞ്ചിനീയർ പറയാണ്. അപ്പം അവരും കക്കാൻ തുടങ്ങി. അവിടുത്തെ CM-ന്റെ മോളും കക്കാൻ തുടങ്ങി. ഇവിടേക്ക് പാട്ടായി അത്. ഇനിയിപ്പോൾ അതിന് തിരിച്ചേ കട്ടടിലാവുമ്പോൾ ഇവിടെ പാട്ടായി കഴിഞ്ഞു. എന്തായാലും ഹത്രാസ് അവിടെ ഓർമ്മയിൽ ഓടിത്തുന്ന വേറെ ചില കാര്യങ്ങളാണ്. ഒന്ന്, ഒരു കുട്ടിയെ, എന്നിട്ട് തെളിവില്ലെന്ന്, ആ സംഭവത്തിന് തെളിവില്ല. ആ കുട്ടിയുടെ മൃതദേഹം ആർക്കോ വേണ്ടി, ആർക്കെല്ലാവർക്കും അറിയാം, അവിടെയുള്ള സവർണ പ്രഭുക്കന്മാർക്ക് വേണ്ടി ആ സമയത്ത് തന്നെ അതിനെ കൊണ്ട് ചുട്ടുകളഞ്ഞു. മുന്നാക്കക്കാരാണ് പ്രതികൾ. മുന്നാക്കക്കാർ പ്രതികളെന്ന് പറയാൻ പറ്റില്ല. അവർക്ക് കുറ്റം ചെയ്യാൻ അറിയില്ലല്ലോ, അഥവാ അവർ ചെയ്യുന്ന കുറ്റമല്ലല്ലോ. മനുസ്മൃതിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ബ്രാഹ്മണൻ ഒരു ക്ഷത്രിയനെ തല്ലിയാൽ, കൊന്നാൽ, ക്ഷത്രിയൻ വൈശ്യനെ കൊന്നാൽ, വൈശ്യൻ ശൂദ്രനെ കൊന്നാൽ, ഇതൊക്കെ വേറെ വേറെ ശിക്ഷകളാ. ഏറ്റവും രസം, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാർക്ക് ശൂദ്രനെ എപ്പോൾ വേണ്ടി കൊല്ലാം, ഒരു പ്രശ്നവുമില്ല. ഇതെങ്ങനെ പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് കിട്ടുക, കുതൂനെ കൊല്ലണ പോലെ. പെൺകുട്ടി മരണമൊഴി പറഞ്ഞതാ. ആ മരണമൊഴി വ്യക്തമായില്ല എന്ന്. ഇതൊക്കെ ഹത്രാസിൽ നടന്ന സംഭവമാണത്. എല്ലാം ശ്രീരാമൻ്റെ പേരിലാണല്ലോ, എല്ലാം ശ്രീരാമൻ്റെ പേരിലാണല്ലോ. ശാപം കിട്ടിയ ഭൂമിയാണ് UP ഹത്രാസ്. UP അതുപോലെ തന്നെ. അവിടെ നടമാടുന്ന കാര്യങ്ങൾ, ഇവിടുന്ന് പണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് അവിടെ പോയിട്ട് പറഞ്ഞു, നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാക്കാൻ പൈങ്കിളിയെന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഭൂമി വേണമെന്ന് അവർ പറഞ്ഞു. ദേ ഞങ്ങളുടെ തമ്പുരാൻ ഠാക്കൂറാ, ഞങ്ങളുടെ തമ്പുരാൻ ദേ ഈ മല മുതൽ ആ മല വരെ അദ്ദേഹത്തിൻ്റെതാ. അങ്ങനെ അത്രേ, അതങ്ങനെയാണ്. അതിൻ്റെ ആ മലയുടെ അപ്പുറത്തോ അതായുള്ള അളിയൻ്റെയാണ്. ഇത് മുഴുവൻ ഞങ്ങൾക്ക് കൃഷി ചെയ്യാം. ഇതിൻ്റെ ഫലമൂലാദികളൊക്കെ തമ്പുരാന് കുറേ കൊടുത്ത് ബാക്കി ഞങ്ങൾക്ക് എടുക്കാം. എത്രയോ തലമുറകളായിട്ട് ഞങ്ങളിത് മുഴുവൻ അനുഭവിച്ചു വരികയാണ്. ഞങ്ങൾക്ക് എന്തിനാ സ്വന്തമായിട്ട് ഭൂമി? ആ ചോദ്യത്തിന് മുമ്പിൽ മറുപടി ഉണ്ടായിരുന്നില്ല. ചടിമകളായിട്ട് ജീവിച്ചോളാം എന്നർത്ഥം. കുടിയാന്മാരെന്ന് പറയില്ലേ, അടിയാന്മാരും അടിയാത്തികളായിട്ട് കുടിയാന്മാരായിട്ട് കുടികടപ്പായിട്ട് അവർ ജീവിച്ചോളാം. അതാണ് അവിടുത്തെ സ്ഥിതി. അപ്പം ഒരാളെ കൊന്നാലും തല്ലിയാലും കൊല്ലിനും കൊലയ്ക്ക് അധികാരമുള്ള സവർണന്മാർ, അവർക്കെതിരായിട്ടൊന്നും മിണ്ടാൻ പറ്റാണ്ട് സാക്ഷിയില്ല, കോപ്പുമില്ല, ഒന്നുമില്ല. യോഗിയുടെ ഹത്രാസ്, യോഗി ആദിത്യനാഥിൻ്റെ ഹത്രാസ്. അത് ഇപ്പോഴുള്ള യോഗി ആദിത്യനാഥ് മാത്രമല്ല, പരമ്പര. യോഗി ആദിത്യനാഥ് തൻ്റെ പ്രവൃത്തി കൊണ്ട് ഒരിക്കലും ഒരു ബാബയല്ല. RSകാർക്ക് ബാബയാണ് കേട്ടോ. RSകാർക്ക് ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെയാണ് തായോളികളും മറ്റൊക്കെയും. അവർക്ക് അയാളേക്കും വലിയ ബാബയാണ് അയാൾ. എന്നോട് ചോദിക്കാണ്ട് എനിക്ക് വേറെ വല്ല പണിക്കും പൊക്കൂടെയെന്ന്. ഞാൻ എത്ര വരെ പഠിച്ചിട്ടുണ്ടെന്നും എന്തെല്ലാം പണികൾ അറിയാമെന്ന് ഈ സംഖ്യകൾക്കും കുറുവടി കോവാലന്മാർക്കും കാസക്കൂസുകൾക്കും വല്ലതും അറിയൂ? ഓക്കെ, അറിയുക. ഞാൻ പറഞ്ഞ അറിവോടെ വെച്ചോട്ടെ. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞു, കാര്യം കഴിഞ്ഞു. തെറി പറയാനെങ്കിലും വന്ന് കാണുക കേട്ടോ. ഓപ്പൺ ചെയ്ത് എനിക്ക് കിട്ടും 10-15 പൈസ. അപ്പം അതങ്ങനെ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇയാൾ പ്രവൃത്തി കൊണ്ടൊരു ബാബയല്ല, പ്രവൃത്തി കൊണ്ടൊരു ആചാര്യനല്ല. ആചരിതി ഇത് ആചാര്യ, ആചരിക്കുന്നവൻ ആചാര്യൻ. ഇയാളെന്താ ആചരിക്കുന്നത്? അയാൾ കുറ്റവാളിയാണ്. 2017 മുഖ്യമന്ത്രി ആയപ്പോൾ എല്ലാ കേസുകളും എടുക്കണം. എല്ലാ കേസുകളും എടുത്ത് പൂട്ടിക്കെട്ടി മുദ്ര വെച്ച് കൊണ്ട് തള്ളി. എവിടേക്ക് തള്ളി? ഏതോ മറ്റേ കക്കൂസ കൂടിയിൽ കൊണ്ട് തള്ളി.
അതന്നെ, ഒരു പെണ്ണിനെ കൊണ്ട് തള്ളിയില്ലേ അതുപോലെ. ഒരാഴ്ച മുമ്പ് യു പിയിലെ മൊറാദാബാദിലെയും ബറേലിയിലെയും വീടുകൾ ബുൾഡോസർ വെച്ച് തകർത്തു. അത് ഒരാഴ്ചയായിട്ടുള്ള ദിവസങ്ങളോളം, ഒരുപാട് ദിവസങ്ങളായിട്ടില്ല. മൊറാദാബാദ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും അവിടെയുള്ള സംഘപരിവാറിൻ്റെ തലതൊട്ടപ്പന്മാരും കൂടി ചേർന്നിട്ട് അതങ്ങോട്ട് തകർത്ത് വിട്ടു. അവരിപ്പോൾ എവിടെയാ? അവർ വഴിയാധാരം. സംതി ശിവപുരി ഗ്രാമത്തിൽ മുസ്ലിങ്ങളുടെ വീടുകളാണ് തകർത്തത്. ഇതിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അവിടെ ഒരു ഹിന്ദുവിൻ്റെ വീട് തകർക്കില്ല, ദളിതൻ്റെ വീട് തകർക്കും. ദളിതൻ്റെ വീട് തകർക്കില്ല, ദളിതനെ മൊത്തത്തിൽ തകർക്കും. മുസ്ലിങ്ങൾ പിന്നെ അയ്യോ നിലവിളിക്കാനായിട്ട് അവർക്ക് അറിയാവുന്നത് കൊണ്ടും കൂട്ടത്തിൽ നിലവിളിക്കാൻ ആൾക്കാർ വരുമെന്നുള്ളത് കൊണ്ടും അത് 10 ആൾ അറിയുന്നുള്ളത് കൊണ്ടും അവർ വീട് തകർത്ത് വിടുകയേ ചെയ്യുള്ളൂ. FIRൽ എവിടെയെങ്കിലും പേരുണ്ടെങ്കിൽ അത് മുസ്ലിം പേരാണെങ്കിൽ കഴിഞ്ഞു. അവിടെ സ്വത്തുകൾ 6 സ്ഥലങ്ങളിൽ പോയിട്ടാണ് സ്വത്തുകളാണ് തകർത്ത് വിട്ടത്. ഇപ്പോൾ കോടതി കേസുമില്ല, വിധിയിലൊന്നുമില്ല കേട്ടോ. FIRും ഇല്ല, കോടതിയിൽ കേസും ഇല്ല, വിധിയില്ല, ട്രയലും ഇല്ല, ഒന്നുമില്ല. പഴയ രാജഭരണം. എന്താ പ്രശ്നം? അവനവിടെ കൊഞ്ഞനം കാണിച്ചു, വീട് തകർത്തു. നിങ്ങൾ എന്തിനു വീട് തകർത്തു ചോദിക്കാൻ പോലീസുകാരുണ്ടോ? നിങ്ങൾ ചെയ്തത് ശരിയായിട്ടുള്ള നടപടിയില്ല, നിയമത്തിന് അപ്പുറം നിന്നുകൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്ന കോടതിയുണ്ടോ? അവിടെ കോടതിയിൽ കേസ് എത്തുന്നുണ്ടോ? 2024 മാർച്ചിൽ ഇതേ ഹത്രാസിൽ 17കാരിയെ 2 പേർ ചെന്ന് ബലാത്സംഗം ചെയ്തു. മറ്റേ 2020 ഇത് ബലാത്സംഗം ചെയ്ത് അതിനെ കൊല്ല ചെയ്തു. അലിഗഡ് ജില്ലക്കാരിയാണ്. അത് ഈ കല്യാണങ്ങൾക്കൊക്കെ ചില നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ പുതിയൊരു സിസ്റ്റമാണ്. കല്യാണങ്ങൾക്ക് നല്ല തടിമാടന്മാർ വന്ന് ആ ഗേറ്റിൽ ഇങ്ങനെ കാവൽ നിൽക്കുന്ന ഡ്രസ്സൊക്കെ ആയിട്ട് എല്ലാത്തിനും ആഹാരം വെക്കാനും വിളമ്പാനും എല്ലാത്തിനും പുറത്തുനിന്ന് ആൾക്കാരല്ല. അപ്പോൾ അതിൽ കുറേ നല്ല പെൺകുട്ടികളെ അവർ വിളിച്ചു വരുത്തും. അപ്പോൾ അവർ വരുന്നവരെ പനിനീര് തളിക്കാനും വരൂ എന്നൊക്കെ പറഞ്ഞ സ്നേഹത്തോടുകൂടി പറയാനും, അതുപോലെ തന്നെ വരുന്നവരുടെ മേലെ പൂ വിതറാനൊക്കെ ആയിട്ട് വന്ന പെൺകുട്ടി തിരിച്ചു പോകുമ്പോൾ രാത്രിയായിരുന്നു. ഇവിടെ നോട്ടം വെച്ച കല്യാണ പന്തലിലെ ആൾക്കാർ ആ കുട്ടിയെ രാത്രി ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിട്ടാണ് പിറ്റേ ദിവസം കാലത്ത് അലിഗഡിലേക്ക് കുട്ടിയെ പറഞ്ഞയക്കുക. അവിടെ വെച്ച് ബലാത്സംഗം ചെയ്തു. യു പിയിൽ ഏറ്റവും കൂടുതൽ പീഡനം മുസ്ലിങ്ങൾക്കാണ്. അത് സ്വാഭാവികമാണ്. കാരണം മുസ്ലിങ്ങൾ ആണല്ലോ ശത്രുക്കൾ. 1-ാം നമ്പർ ശത്രുക്കൾ മുസ്ലിങ്ങളാണല്ലോ. ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ മുസ്ലിങ്ങളാണ്. അങ്ങനെയാണല്ലോ RSR പറഞ്ഞതും എഴുതി വെച്ചിട്ടുള്ളതും. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും. അപ്പം മുസ്ലിങ്ങൾക്ക് പീഡനം അത് ഞങ്ങളുടെ അവകാശമാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയണ്ട. ഓക്കെ, സമ്മതിച്ചു. അതിൽ ഏറ്റവും രസം ഹിന്ദുവിൻ്റെ പേരും പറഞ്ഞ് ഹിന്ദുത്വവാദവും പറഞ്ഞ് സനാതന ധർമ്മവും പറഞ്ഞ് പൈതൃക പാരമ്പര്യങ്ങളും പറഞ്ഞ് അടിച്ചമർത്തി നശിപ്പിച്ചു ഇല്ലാണ്ടാക്കി മാറ്റുന്ന ആരെയെന്നറിയോ? ദളിതന്മാരെ. അവർക്ക് വേണ്ടി ചോദിക്കാനും മുസ്ലിങ്ങൾക്ക് പ്രതികരിക്കാൻ ശേഷിയുണ്ട്. അവരേത് കുട്ടിയാണെങ്കിലും പ്രതികരിക്കും. 2 കൂടുതൽ കിട്ടിയാലും കുഴപ്പമില്ല. പള്ളിയിൽ പോയി പറഞ്ഞാൽ അവരും പ്രതികരിക്കും. കേസ് കൊടുക്കാനുള്ളവർക്ക് ശേഷിയുണ്ട്. അവരുറക്കം നിലവിളിക്കും, പത്രങ്ങളിൽ വരും. അവർക്ക് അവരുടേതായിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള കെട്ടുപാടുകളുണ്ട്, ചുറ്റുപാടുകളുണ്ട്. അത് ലോകമറിയും, നാണക്കേടാണ്. പക്ഷേ ദളിതരുടെ കാര്യം അടിച്ചു വാരി കൂട്ടിന് മൂലക്കിട്ടാൽ ആരുണ്ട് ചോദിക്കാനിവിടെ? സവർണന്മാരുടെ കളിപ്പാട്ടങ്ങളാണ് ദളിതന്മാർ. ഇവിടെയും പണ്ട് അങ്ങനെയായിരുന്നല്ലോ. പകൽ സമയത്ത് വഴി മാറുക എന്ന് പറയും, രാത്രി ആകുമ്പോൾ തേങ്ങാപ്പുരയിൽ വന്നോളോ. അങ്ങനെയാണ് തമ്പ്ര. രാത്രിയാകുമ്പോൾ പിന്നെ എന്താടി? രാത്രി സമയത്ത് ആണും പെണ്ണും മാത്രമല്ലേ ഉള്ളൂടി. നിറമില്ല, വർണ്ണമില്ല, ജാതിയുമില്ല, മതമില്ല. രാത്രി സൂര്യ മറ്റേ ചന്തുമേന എഴുതിയ പോലെ അയാൾ പോയിട്ട് വലിയ ഇതായിട്ട് പോയിട്ട് നായർ പോയി പറഞ്ഞിരിക്കുക, മനക്കൽ തമ്പുരാന് അമ്മയെ വലിയ ഇഷ്ടമായിട്ടുണ്ട് അത്ര. അമ്മയുടെ ഭാര്യ. അതെയോ? അപ്പം തമിഴ് ഭാഗ്യവാനാണല്ലോ. അത് മാത്രമല്ലോ, എൻ്റെ മോളെയും വലിയ ഇഷ്ടമായിട്ടുണ്ടെന്ന്. ഭാര്യ മാത്രമല്ല, മോളെ ഇഷ്ടമായിട്ടുണ്ടെന്ന്. അപ്പം താൻ രക്ഷപ്പെട്ടു. വഷളിയും ഇഷ്ടമാണ്. ആ വീട്ടിലെ വേലക്കാരി ഉണ്ടല്ലോ, അവളെ ഇഷ്ടമാണ്. അപ്പം അയാളുടെ കാര്യം കുശാലായി. ഉണ്ടുറങ്ങി കൂർക്കം വെച്ച് കിടന്നുറങ്ങാം, ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പുറത്ത് നടന്നോളും.
ഇതൊക്കെയാണ് സ്ഥിതിഗതികൾ. ഈ ഒരു അവസ്ഥ ഇന്ന് നടമാടുകയാണ് ഈ ഉത്തരേന്ത്യയിൽ. സവർണരുടെ കളിപ്പാട്ടങ്ങൾ, തകർക്കൽ, അടിച്ചമർത്തൽ, അതിൻ്റെ പട്ടിക തയ്യാറാക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വേറൊരു സാധനമുണ്ട്. പറഞ്ഞു മടുത്തതാണ്, പക്ഷെ പറയാതിരിക്കും വയ്യ. ബാബറി മസ്ജിദ്. അതിനെ ശേഷം എത്രയെത്ര ബുൾഡോസറുകൾ, എത്രയെത്ര വീടുകൾ, എത്രയെത്ര പെൺകുട്ടികളുടെ ജീവിതങ്ങൾ. ഏതായാലും ഇപ്പോൾ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി. അത് കണ്ടല്ലോ. 63 MP-മാരുടെ മേലെ കൂടെ ജനങ്ങൾ ബുൾഡോസർ കയറ്റിയല്ലോ. 63 എണ്ണത്തിന് മൂലയ്ക്ക് തള്ളിയല്ലോ. മന്ത്രിമാരടക്കം, കേന്ദ്രമന്ത്രിമാരും UP മന്ത്രിമാരും അടക്കം. ശ്രീരാമൻ നിലനിൽക്കുന്ന അയോധ്യയിലേക്ക് കടക്കാൻ പറ്റില്ല നേതാക്കന്മാർക്ക്. യോഗിക്കൊന്നും അവിടെ കടക്കാൻ പറ്റില്ല. അടിയാണ് അവിടെ, അടി. ഹെലികോപ്റ്ററിൽ വന്ന് പൂവിട്ട് പോകാം അവിടേക്ക്. അയോധ്യ എന്ന് കേൾക്കുമ്പോഴേ ഒരു നാശക്കോട്ടയായിട്ട് മാറിയിരിക്കുക. അവിടേക്ക് ട്രെയിനും പോവില്ല, ബസ്സും പോവില്ല. റോഡുണ്ടെങ്കിലല്ലേ ബസ്സിന് പോകാൻ പറ്റുള്ളൂ. മഴ പെയ്ത ചോർച്ച എപ്പോഴെല്ലാം കൂടി ഇടിഞ്ഞു പൊളി താഴ്ത്തി വീഴാന്നറിയില്ല. 1000 കൊല്ലത്തെ കൺസ്ട്രക്ഷൻ അത്രേ. അപ്പോൾ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി. അവിടെ വോട്ട് കൊടുത്തില്ല, തോറ്റു. ഫൈസാബാദ് ജയിച്ചത് സമാജ്വാദിയുടെ ആളോ മറ്റാണ് ജയിച്ചത്. അവിടെ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി. ഇപ്പോൾ ദൈവവും പ്രതികരിച്ചു തുടങ്ങി. ഹത്രാസിൽ നടന്ന സത്സംഗത്തിൽ 121 പേരാണ് കാലപുരിക്ക് പോയത്. ഭഗവാൻ ശിവന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന അത്രേ. ഭഗവാൻ ശിവന് വേണ്ടിയുള്ള പ്രാർത്ഥനാ യോഗം, അതിലാണ് സംഭവം. 2,60,000 പേര് പങ്കെടുക്കുന്ന സ്ഥലത്ത് 2 ലക്ഷം പേരെ കുത്തിക്കയറ്റിയത് അവിടെ. ബോലേ ബാബാ ജയ്. ഇവിടെ ഒരാൾ ദൈവം ഉണ്ടായിരുന്നില്ലേ? സ്വാമി അയ്യപ്പൻ ജയ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നടന്നില്ലേ? സ്വാമി അയ്യപ്പനെ ജയ്. അതുപോലെ അവിടെ ബോലേ ബാബാ ജയ്. അയാളുടെ കാലിൻ്റെ അടിയിൽ നിന്ന് കാക്കൂട്ടുള്ള മണ്ണെടുത്ത് ശേഖരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വട്ടം കൂടി കുനിഞ്ഞു നിന്ന് അതിന് മേലെ വേറെ ആൾക്ക് ചവിട്ടി കയറി. കൊച്ചു കുട്ടികളടക്കം സ്ത്രീകളടക്കം എല്ലാം കൂടി മണ്ണായി. മണ്ണ് വാരാൻ പോയി മണ്ണായി. മണ്ണ് വാരാൻ പോയവർ മണ്ണോട് ചേർന്നു. അതന്നെ. വെറും 3 മിനിറ്റ് നിസ്കാരം നടത്താൻ വേണ്ടി 30 നിബന്ധന വെച്ചവനാണ് യോഗി ആദിത്യനാഥ്. പുറത്തു പാടില്ല, അകത്തേ പാടുള്ളൂ, മൈക്ക് പാടില്ല. നിബന്ധനയുടെ മേലെ നിബന്ധന വെച്ചവനാ. ബോലെ ബാബയെ പോലുള്ള ആൾ ദൈവങ്ങളെ ഇത്രയും വലിയ പ്രശ്നം കഴിഞ്ഞിട്ട് FIR പേര് എഴുതിയിട്ടില്ല. FIR പേര് ചേർത്തിട്ടില്ല. ബോലെ ബാബ എന്ന് പറയാൻ പേടിയാണ്. കാരണം വോട്ട്. വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ യോഗിയും ഒരാൾ ദൈവമാണല്ലോ. കേരളത്തിലെ സംഖ്യകളുടെ ആൾ ദൈവ, കൃസംഖ്യകളുടെ ആൾ ദൈവ യോഗി. യോഗി എന്നൊരു ആളുണ്ടത്രേ, കാണാൻ കഴിഞ്ഞെങ്കിൽ എന്തു ഭാഗ്യം എന്ന് പറയുന്നവരുടെ കാസക്കൂസക്കാരും ഇവിടെ കുറുവടി കോവലന്മാരും സിന്ദൂരപ്പുട്ടികളൊക്കെ. ഒരാൾ എന്നോട് പറയാണ്, അവിടെ കാണുമ്പോൾ മുഖത്തൊരു തേജസ്സാണ്, തലയുടെ പുറകിൽ വട്ടാണെന്ന്. എന്തോ ഒരു ചിത്രം വരച്ച് വയ്ക്കില്ലേ? ഞാൻ പറഞ്ഞു തലയുടെ പുറകിലുള്ള വട്ട്, തലയ്ക്കകത്ത വട്ടത്. ആ സ്വാമിക്ക് അസൂയ. സമ്മതിച്ചു. ശിവന്റെയും രാമന്റെയും കൃഷ്ണന്റെയും പേരിൽ നടന്ന കുരുതികൾക്കും ബുൾഡോസർ പ്രയോഗങ്ങൾക്കും ഭഗവാൻ കൊടുത്ത ശിക്ഷയായിട്ട് ഇതിനെ കാണാൻ പറ്റുള്ളൂ. ആകെ മൊത്തം ടോട്ടലായിട്ട് പോയല്ലോ. ഇനി അവിടെ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അവിടുത്തെ ഇന്റേണൽ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ വരാൻ പോവുകയാണ്. അകമ്പുറം നക്കും അവർ, അകമ്പുറം നക്കും. ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അതൊരു ബുൾഡോസർ പ്രയോഗമാണ്. ശിവപെരുമാൾ നടത്തിയ ബുൾഡോസർ പ്രയോഗം. ഹേ യോഗി ആദിത്യനാഥ്, സൂക്ഷിച്ചോ. ദുരന്തഭൂമിയാണ് UP, ദുരന്തഭൂമി. ഹത്രാസിൽ നിന്നാണ് ഭഗവാൻ തുടങ്ങി വെച്ചിട്ടുള്ളത്. ഭഗവാന്റെ ബുൾഡോസർ
ഉത്തർപ്രദേശിലാകെ ചീറിപ്പായും. സൂക്ഷിച്ചോ.